ഇന്ദ്രനീലമണിപോലെ നന്ദനന്ദന സുവർണ വിഗ്രഹം ചന്ദ്രഭാനി ശതതുല്യ ശോഭയോടെ എന്നുമെൻ ഹൃദയ ഉല്ലസിക്കണേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളെ ഭാഗവതം കഴിഞ്ഞ ഒരു ആഴ്ച നമുക്ക് നഷ്ടമായി, ഭാഗവതം ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പം 19-ാം തീയതിയാണ് നമ്മുടെ ഭാഗവതം റീഡിങ് വരുന്നത്. അപ്പം അതിനെ ഞാൻ പ്രഭു എല്ലാവർക്കും ചാപ്റ്റേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, കിട്ടിക്കാണുമായിരിക്കും ചിലപ്പം നിങ്ങൾക്ക്. ഞാൻ ഇപ്പൊ കൊടുത്തിരുന്നു അത്. അപ്പം പ്രഭുവിനെ എൻ്റെ വിനീതമായ നമസ്കാരം, അതോടൊപ്പം ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പ്രഭു ഉണ്ടോ ഇന്ന്? ഹരേ കൃഷ്ണ. ജി കെ പ്രഭുവിന് എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. പിന്നീട് എല്ലാവരും ഒരുപാട് നന്ദി പ്രഭു. ഹരേ കൃഷ്ണ. പിന്നീട് അതുപോലെ നമ്മൾ 10-ാം സ്കന്ധമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഭഗവാന്റെ മുഖം. അതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡിന് രീതിയിലുള്ള ചിലപ്പോൾ അതിനപ്പുറത്തെ കാര്യങ്ങളായിരിക്കും അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ഒരു സാധാരണ നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ കാണരുത്. നമ്മൾ കാണുമ്പോൾ നമ്മളെക്കാട്ടിലൊക്കെ ഭഗവാൻ തന്നെയായി വന്ന രാധാറാണി, ഭഗവാൻ തന്നെ വന്നിരിക്കുന്ന രാധാറാണി, വേറെ ആരുമല്ല, ഭഗവാൻ തന്നെ. ആ രാധാറാണിയുടെ ഭാവങ്ങൾ, അതാണ് നമ്മൾ അതിൽ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ പല ഭക്തന്മാരുടെയും കാര്യങ്ങൾ, സുധാമാവിന്റെ കാര്യങ്ങൾ കാണും, അതുപോലെ എല്ലാവരുടെയും, അതുപോലെ ഭഗവാനെ എതിർത്തിട്ടുള്ളവരുടെയും ഭാഗങ്ങൾ. ഇപ്പൊ ഈ ഓരോ ചാപ്റ്റേഴ്സും ഈ 10-ാം സ്കന്ധം എന്ന് പറയുന്നത് അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതിൽ ചിലപ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ ഒരു ഭാവമോ എന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നാതിരിക്കട്ടെ, നിങ്ങളുടെ അതേ ഒരു സാധാരണ രീതിയിൽ നിങ്ങൾ കാണാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം അത് വായിക്കാൻ നിങ്ങളായിട്ടില്ല, അത്രയും നിങ്ങൾ ഇന്ന് ഭാഗവതം അത്രയും എത്തിയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ അത് വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭാവം മാറാതിരിക്കട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന അത് നമുക്ക് ദോഷമായി ഭവിക്കാതിരിക്കട്ടെ. അത് വായിക്കുമ്പോൾ ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച് നിങ്ങൾ വായിക്കുക. ഭഗവാനാണ്. അപ്പൊ നമ്മുടെ ഇതല്ല, രാധാറാണി ഭഗവാനും ഒന്ന് തന്നെയാണ്, വേറെ അല്ല എന്നുള്ളത് മനസ്സിൽ ചിന്തിക്കാം. പിന്നെ ഭഗവാൻ ഭക്തന്മാരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നമുക്ക് ഓരോതിലും കാണാം. ഭഗവാനെ എതിർക്കുന്നവരെ ഭഗവാൻ അങ്ങേ അറ്റം എതിർക്കാൻ വിടും എന്നുള്ളത് നമുക്കതിൽ കാണാൻ കഴിയും ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് നമ്മളതെല്ലാം മനസ്സിരുത്തി വായിക്കുക. നമ്മൾ അത്രയും എത്തിയിട്ടില്ല എന്ന് മാത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. ഹരേ കൃഷ്ണ. അതൊന്നും അപരാധം വരാതിരുന്നോട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് പല രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ പല രീതിയിലാണ് നമ്മളതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോരുത്തരും അവരുടേതായ രീതിയിൽ അതിനെ കാണാൻ ശ്രമിക്കും. അവിടേക്ക് നമ്മൾ പോകരുത്. നമ്മൾ സാധാരണ മനുഷ്യര്, ഭഗവാൻ നമ്മുടെ രീതിയിലല്ല. ഭഗവാനെ നമ്മളറിയാം ചൈതന്യ മഹാപ്രഭുവിന്റെ വിപ്രലംബ ഭാവത്തെക്കുറിച്ചും അതുപോലെ സംഭോഗ ഭാവത്തെക്കുറിച്ചും. അപ്പൊ അവിടെ ഒക്കെ പറയുന്ന അവസരത്തില് വിപ്രലംബ ഭാവം എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അത് നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭാവം. സംഭോഗം എന്ന് പറയുന്ന ഭഗവാൻ ഇല്ല, ഭഗവാൻ വരുന്നില്ല, അപ്പൊ ഉണ്ടാകുന്ന ദേഷ്യവും വൈരാഗ്യവും അങ്ങനെ ഉണ്ടാകുന്ന ഭാവങ്ങളൊക്കെയാണ് നമ്മൾ ചൈതന്യ ഗീതാമൃതത്തിലും അതുപോലെ ചില വേഴ്സസ് ഭാഗവതത്തിലും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ ആ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് ഇനിയും കഴിയും. നമ്മൾ ഭാഗവതം അത്രയും പഠിച്ചെത്തുമ്പോൾ നമുക്കതിന് കഴിയും. അപ്പൊ അത്രയും ആകാത്തവർക്ക് അത് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്ന പോലെ തന്നത്. നിങ്ങൾ വായിക്കുമ്പോൾ ആ ഒരു ഭഗവാന്റെ സംഭോഗ ഭാവവും വിപ്രലംബ ഭാവവും ഒക്കെ ഇനിയിപ്പൊ ചൈതന്യഗീതാമൃതം വായിക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അവിടെയും നമ്മളല്ലാതായി മാറരുത്. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ അത്രയൊന്നും എത്തിയിട്ടില്ല, അത് മാത്രം നമ്മുടെ മനസ്സിൽ നിർത്തുക. ഹരേ കൃഷ്ണ. നമ്മള് പഠിച്ചുകൊണ്ടിരുന്നത് 18-ാമത്തെ അധ്യായമാണ് അല്ലേ? 18-ാമത്തെ അധ്യായത്തിലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത് എന്നുള്ളതാണ്. അതിനകത്ത് നമ്മള് പരീക്ഷിത് മഹാരാജാവിന്റെ ബർത്ത് കോൺഷ്യസ്നെസ്, അദ്ദേഹത്തിന്റെ അവബോധം, അതിന്റെ കാര്യങ്ങളൊക്കെ
ഇനി ഇതിനകത്ത് പഠിക്കാൻ പോവുകയാണ് നിങ്ങൾ. സറണ്ടർ ആൻഡ് ഡെത്ത്, അതിനിയും പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ, അവിടെ നമ്മൾ എത്തിയിട്ടില്ല. പിന്നെ മഹാരാജ പരീക്ഷിത്ത്, അദ്ദേഹത്തിന് ഇനിയും വരാൻ പോകുന്നത് എന്താണ് എന്നും ഈ ശ്ലോകങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി മഹാരാജാവ് പരീക്ഷത്തിന്റെ സമയത്ത് കലിക്ക് ഫ്ലറിഷ് ചെയ്യാനായില്ല എന്നുള്ളതും, അതുപോലെ കലിയുടെ ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ കണ്ടു അല്ലേ, എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ വായിച്ചു. പിന്നെ കലിയുടെ ആരോട് കലി പരീക്ഷിത മഹാരാജാവിനോട്. ഹരകൃഷ്ണ പ്രഭു പറഞ്ഞോളൂ. ആരുടെ അടുത്താണ് കലി പരാജയപ്പെടുന്ന? ആരുടെ അടുത്താ? പരീക്ഷിത മഹാരാജൻ. പരീക്ഷിത് മഹാരാജാവിനോട് പരാജയപ്പെട്ടു. എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ശുദ്ധ ഭക്തനായതുകൊണ്ട് അല്ലെ, ഭക്തനായതുകൊണ്ട്. പിന്നെ പരീക്ഷിത് മഹാരാജാവിന്റെ കഴിവ്, അത് വേറൊരു സ്ഥലത്ത്. പിന്നെയും ശുദ്ധ ഭക്തന്മാർ അല്ലെങ്കിൽ ഭക്തന്മാരുടെ മുമ്പിൽ കലിക്ക് ഒരിക്കലും വിജയമുണ്ടാവുകയില്ല എന്നുള്ളത് നമുക്ക് ഈ ശ്ലോകങ്ങളിൽ കൂടി, 7ാമത്തെ ശ്ലോകത്തിലും ഒക്കെ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. 8 തൊട്ട് 10 വരെയുള്ള ശ്ലോകങ്ങളിൽ കലിയുടെ ആ ഇന്നെഫക്റ്റീവ്നെസ് ആണ്, ഭക്തന്മാരുടെ മുന്നിൽ കലി ആരുമല്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് പിന്നെ ഹരികഥ കേൾക്കുന്നത് കൊണ്ടുള്ള ഇഫക്റ്റീവ്നെസ് എന്തൊക്കെയാണ്, ഫലം എന്തൊക്കെയാണ്, അത് നമ്മൾ നോക്കി. പിന്നെ ഒരു സ്പീക്കർ, ഒരു ഭാഗവതം കേൾക്കുന്നവരുടെയും ഭാഗവതം പറയുന്നവരുടെയും അവരുടെ ആ സബ്ജക്റ്റ് മാറ്ററിന്റെയും ഒക്കെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. അപ്പം നമ്മള് 4 യുഗങ്ങളുണ്ട്. ആ 4 യുഗങ്ങളിൽ എന്തൊക്കെയായിരുന്നു പ്രാധാന്യം, അതെങ്കിലും ഒന്ന് ഓർത്തുകൊണ്ട് പോകാൻ നമുക്ക്. നമ്മൾ പഠിച്ചതിൽ എന്തൊക്കെയായിരുന്നു? ഒന്നിനകത്ത് ഓസ്റ്റെരിറ്റി ഉണ്ടായിരുന്നു, ക്ലെൻലിനെസ് ഉണ്ടായിരുന്നു, മേഴ്സി ഉണ്ടായിരുന്നു, അതുപോലെ ട്രൂത്ത്ഫുൾനെസ് അല്ലെ. അപ്പൊ അങ്ങനെ എന്തൊക്കെയാ? ശൗചം, ദയ, സത്യം, തപ, ഇത് പാദ കൃതേ യുധാഹ എന്നാണ് പറയാ. തപശൗചം ദയാ സത്യം ഇത് ഈ പാദ കൃതേ കൃത എന്നാണ് പറയുക. അപ്പൊ 4 കാര്യങ്ങള് നമ്മൾ അതൊക്കെ നോക്കി. സത്യയുഗത്തിൽ ഫുൾ പെർഫെക്ഷൻ ഓഫ് ധർമ്മ നടന്നിരുന്നു എന്ന് പറഞ്ഞു. ത്രേതായുഗത്തിൽ ക്വാളിറ്റി ഡിമിനിഷ് ചെയ്തു വന്നു എന്ന് പറഞ്ഞു. ട്രൂത്ത് ആൻഡ് മേഴ്സി മാത്രം ദ്വാപരയുഗത്തിലെ, അതുപോലെ കലിയുഗത്തിൽ ട്രൂത്ത്ഫുൾനെസ് മാത്രമായി അത് താണു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ. അപ്പൊ പിന്നെ ഭഗവാന്റെ ലീലകളെ കുറിച്ച് ഓർക്കുമ്പോഴേ നിങ്ങളിപ്പോ ഒരുപാട് ഭഗവത് ലീലകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എന്താണ്? നപാരയേഹം നിരവത്യ സംയുജാം സ്വസാധകൃത്യം വിബുധായുഭി ശിവ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാല് ഭഗവാൻ പറയുന്നതാണ്. അപ്പൊ ഒരു ശുദ്ധഭക്തനോട് ഭഗവാനെ പറയുന്നത് ഒരിക്കലും അദ്ദേഹത്തിന്റെ കടം വീട്ടാൻ കഴിയില്ല എന്നാണ്. പാരയേഹം നിരവത്യ സംയുജ, എനിക്ക് തുല്യമായിട്ടൊന്നും കൊടുക്കാൻ കഴിയില്ല. അവര് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് തുല്യമായിട്ട് എനിക്കൊന്നും കഴിയില്ല. എക്സാമ്പിൾ എടുത്തേക്കുന്ന ആരാണ്? ഗോപികന്മാര് അല്ലെ. അപ്പൊ അവരെന്നോട് കാണിച്ചിട്ടുള്ള ആ സ്നേഹത്തിന് എന്റെ ഒരു ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിൽ പോലും എനിക്ക് അവരോടുള്ള കടമം വീട്ടാൻ കഴിയില്ല. അത് എന്നും എനിക്ക് കടമായിട്ട് കിടക്കും എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാ അതിരുകളും ലംഘിച്ചുള്ള കണക്ഷനാണ് ശുദ്ധഭക്തന്മാർ എനിക്ക് അർപ്പിക്കുന്നത്. അവരെ അതിരും നോക്കാറില്ല. ഇപ്പം ഗോപികമാരെ കുറിച്ച് എക്സാമ്പിൾ എടുത്ത് നോക്കുമ്പോഴേ നമ്മൾ അവിടെ കാണുന്നില്ല, അവരുടെ കുടുംബവും മക്കളും ഒക്കെ ഉള്ളവരാണ്. പക്ഷെ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭഗവാനെ പിടിച്ച് എങ്ങനെങ്കിലും അങ്ങ് തിരിച്ച് വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകണമെന്നുള്ളതാണ് അവരുടെ വിചാരം. അല്ലാതെ ഭഗവാനെ അവിടെ നിർത്താൻ ആ ഒരു മനസ്സാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പം അവര് സമൂഹത്തെ കുറിച്ചോ മറ്റൊന്നിനെ കുറിച്ചോ ശുദ്ധഭക്തന്മാർക്ക് യാതൊരു ഇതുമില്ല. അത്രമാത്രം ഇതിൽ അവരെത്തിയിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ നിങ്ങളെ വായിക്കുമ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ. നവാരേഹം നിരവത്യ സംയാം സ്വസാധകൃത്യം വിബുധായുഷാമിവ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു ശുദ്ധഭക്തൻ അങ്ങനെയായിരിക്കും. അവരെ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും അതിനെ അനുകരിക്കാനും നമുക്ക് പറ്റത്തില്ല. അതുപോലെ അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് കുറ്റം പറയാനും നമ്മൾ പോകരുത് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. ഒരു ശുദ്ധഭക്തന്റെ മനസ്സ് നമുക്ക് അറിയില്ല. നമ്മൾ ഒരിക്കലും അതിന്റെ മുന്നിൽ നമ്മൾ ആരുമില്ല. ആ പാദപത്മങ്ങളിൽ തൊടാൻ നമ്മൾ ആ തൃച്ചേവടികളിൽ തൊടാൻ മാത്രമേ നമ്മൾ ശ്രമിക്കാവൂ എന്നുള്ളതാണ്. ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഒന്നും തോന്നരുത്. ഹരേ കൃഷ്ണ.
അതുപോലെ തന്നെ പ്രത്യേകം പിന്നെ ഓർക്കേണ്ടതാണ് ഏകലേ ഈശ്വര കൃഷ്ണ രസഭൃത്യ കരേ അയച്ചേ നാച്ചായ സേ അയച്ചേ കരേ കൃത്യ എന്ന് പറഞ്ഞാൽ നമ്മളാരും സ്വതന്ത്രരല്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര സ്വതന്ത്രരാണ്. പക്ഷെ നമ്മളാരും സ്വതന്ത്രരുമല്ല. നമ്മളെല്ലാവരും കൃഷ്ണന്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. അപ്പൊ കൃഷ്ണന്റെ പരമേച്ഛ അനുസരിച്ച് ചലിക്കുന്ന ഒരു പാവയെ പോലെയാണ് നമ്മൾ. അദ്ദേഹത്തിന്റെ പരമേച്ഛ അനുസരിച്ച് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പരമേച്ഛ എന്താണ്? കർമാഭിർഭ്രാമ്യമാണാനാം എത്ര ക്വാഭീശ്വരേച്ഛയ എന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്ത കർമ്മത്തിനനുസരിച്ച് ഏതെല്ലാം രീതിയിലാണോ നമ്മൾ ജീവിക്കേണ്ടി വരുന്നത്, കർമാഭിർഭ്രാമ്യമാണാനാം എന്താണ് ആ ഭഗവാനോട് പിന്നീട് നമ്മൾ മനസ്സിലൊന്നുമില്ല, നമ്മൾ ഭഗവാൻ ഇല്ല എന്ന് പറയും. നമ്മൾ ഭഗവാനെ കുറിച്ച് യാതൊരു പ്രാധാന്യവും ചിലപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്തവരും ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ടുവേണം. അതാണ് ഭഗവാൻ. നമ്മൾ ചലിക്കുന്നത് ഒരു പാപകളെ പോലെയാണ്. എന്തുകൊണ്ട്? ചെയ്തു പോയി ഈ കർമ്മങ്ങൾ, അതിനെ ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അനുഭവിച്ച് തീർക്കുക തന്നെ നമ്മുടെ ലക്ഷ്യമായിട്ട് ഉള്ളൂ എന്ന് നമ്മൾ എപ്പോഴും മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനെന്നുള്ളതാണ് നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹരേ കൃഷ്ണ. നമ്മളെ ശ്ലോകം എത്രയായിരുന്നു? 18ാമത്തെ ശ്ലോകമാണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലേ? ഹരേ കൃഷ്ണ. അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ടായിരുന്നു. ശുകദേവ ഗോസ്വാമി എന്ന മഹാഭാഗവതനിൽ നിന്നും ദീക്ഷ സ്വീകരിക്കിയാൽ പരീക്ഷിത് മഹാരാജാവെ അത്തരം ഒരു മഹാഭാഗവതനായിരുന്നു. നിങ്ങളിതൊക്കെ അങ്ങ് മറന്നുപോയി കാണും. ഞാനിവിടെ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് പറഞ്ഞത്. അപ്പൊ എല്ലാറ്റിനെയും ഭഗവാനുമായി ബന്ധപ്പെടുത്തി വീക്ഷിക്കുന്നത് മാത്രമല്ല, ഏവരുടെയും ബന്ധത്തിൽ അഥവാ ആധാരാധേയ ഭാവത്തിൽ ഭഗവാൻ സന്നിഹിതനായിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കണം. അപ്പം ഭഗവാൻ ആരോടും ഒരു വിവേചനവും കാണിക്കുന്നില്ല. പക്ഷേ നമ്മൾ ചെയ്തു പോയ കർമ്മങ്ങൾ അനുസരിച്ച് നമ്മൾ അനുഭവിച്ച് തീർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ. ഇപ്പം ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നു അല്ലേ? ആ ഒരു ബ്രഹ്മാവിന്റെ പ്രാർത്ഥനകൾക്ക് നമുക്ക് കാണാം എന്താണ്? ചെയ്തു പോയ കർമ്മങ്ങൾക്ക് ഇനിയും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാണോ ഭഗവാന്റെ കരുണ നമുക്ക് ലഭിക്കുന്നത്, ആ കരുണയ്ക്കായി വേടാമ്പലിനെ പോലെ കാത്തിരിക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. ഇവിടെ അപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക. ശുകദേവ ഗോസ്വാമി എന്ന മഹാഭാഗവതനിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചുകൊണ്ട് പരീക്ഷിത് മഹാരാജാവ് മഹാഭാഗവതനായിരുന്നു. അഗ്നി കലുസത്വത്തോട് അദ്ദേഹം ദയ കാട്ടി. അപ്പൊ എന്തുകൊണ്ട് ദയ കാട്ടി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നു. കാരണം എന്താണ്? ഒരു കാര്യങ്ങൾ എത്ര ദുഷ്ടനാണോ എത്ര ഇതാണെങ്കിലും ശരി, അർഹതപ്പെട്ടത് കൊടുക്കണം എന്നുള്ളത് നിയമമാണ്. ആ അർഹതപ്പെട്ട ടൈം അദ്ദേഹത്തിനുള്ളതാണ്, കലിക്കുള്ളതാണ്. അപ്പൊ ആ കലിയുടെ യുഗത്തെ പിടിച്ചെടുക്കാൻ അവർക്ക് പരീക്ഷിത് മഹാരാജാവ് തയ്യാറായില്ല. പരീക്ഷത്തിന് അത് സാധിക്കുമായിരുന്നു, പക്ഷെ അദ്ദേഹം അത് തയ്യാറായില്ല. എന്തുകൊണ്ട്? ആ അർഹതപ്പെട്ടത് ഒരിക്കലും അദ്ദേഹം എടുക്കുമായിരുന്നില്ല. പിന്നീട് ഒരു ഭക്തൻ ഒരിക്കലും ഒരു നിർവ്യക്തികവാദിയായിരുന്നില്ല. എന്താണ് അതിന്റെ അർത്ഥം? ആരെങ്കിലും ഒന്ന് ഉണർന്നു വന്നേ, ഒന്ന് പറഞ്ഞാട്ടെ, എന്താണ് അതിന്റെ അർത്ഥം? ഭക്തൻ ഒരു നിർവ്യക്തികവാദിയായിരുന്നില്ല, ആയി തീരുകയില്ല. ഹരേ കൃഷ്ണ. ഒന്ന് പറയൂ മാതാജി. എന്തോ? ഭഗവാന്റെ തന്നെ ഒരംശമായതിനാൽ. ഭഗവാന്റെ തന്നെ ഒരു അംശമല്ലേ മനുഷ്യൻ, ജീവാത്മാവ്. അതുകൊണ്ട് ആരാണ് മാതാജി നിർവ്യക്തികവാദി എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നൂടെ പറഞ്ഞു കൊടുത്തു മാതാജി. നിർവ്യക്തിക എനിക്കറിയില്ല അതിനെ കുറിച്ച് പറയാൻ. വ്യക്തിഗതവാദിയും നിർവ്യക്തിഗതവാദിയും. ഭഗവാന്റെ വ്യക്തിഗത രൂപത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നിർവ്യക്തിഗതവാദം നിർവ്യക്തിഗത എന്റെ അറിയാവുന്ന പോലെ ഞാൻ പറയാം. നിർവ്യക്തിഗതവാദി എന്ന് പറയുമ്പോഴ് അവര് ഈ ഭഗവത് ഭക്തിയിൽ അധിഷ്ഠിതമായ കാര്യമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവത് ഭക്തിയില് ശരിയായിട്ടുള്ള ജ്ഞാനം ഇല്ലാത്തവരായിരിക്കും എന്ന് ഉദ്ദേശിക്കുന്നു അല്ലേ മാതാജി? അത് അങ്ങനെ പറയാം പ്രഭു. പിന്നെ നമ്മള് ഭഗവാൻ ഒരു വ്യക്തിയാണോ
എന്നുള്ളത് വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാത്ത ആൾക്കാർ, ഭഗവാന് രൂപമില്ല എന്ന് വിശ്വസിക്കുന്നവര്. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ കൃഷ്ണബലരാം ക്ഷേത്രത്തിൽ തന്നെ പോകുന്നു. അവിടെ ചെന്ന് ഭഗവാനെ കാണുമ്പോൾ നമ്മൾ ഭഗവാന്റെ രൂപത്തെ ദർശിക്കുന്നു, അല്ലെ? ഒരു ഭക്തനാണെങ്കിൽ വളരെയധികം നേരം അവിടെ നിന്നിട്ട് ഭഗവാന്റെ ആ രൂപം നോക്കിയിട്ട് ഭഗവാനോട് പറയും, ജലധര ശശിവർണവും ഗോപവേഷവും കിശോരവും സഹചര ഗണവൃന്ദൈർ പീഠമാണവും ബ്രജേശവും. ആ ബ്രജേശനെ ഇവിടെ കാണുന്നത് എങ്ങനെയാണ്? ജലധര ശശിവർണത്തിൽ ഗോപവേഷത്തിൽ നിൽക്കുന്നു. നടവരചിത വേഷവും എങ്ങനെയാണ്? കാല് വളച്ചു വെച്ച് നടവരചിത വേഷവും നീലപീതാംബരാഠ്യവും, നീല പീതാംബര വസ്തുക്കൾ വെച്ച് ബലരാമൻ കൂടെ ഉണ്ട്. പിന്നെയോ ജഗത ജനനഹേതവും, പിന്നെയോ രാമകൃഷ്ണവോ നതോസ്മി. അവരെ രണ്ടുപേരെയും കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു രൂപം ഭഗവാനുണ്ട്, ഭഗവാൻ ഒരു വ്യക്തിയാണ് എന്നുള്ള വിശ്വാസം ഇല്ലാത്തവരാണ് നിർവ്യക്തികവാദികളെന്ന് പറയുന്നത്. ഭഗവാനിൽ നിന്നാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പൊ മാതാജി പറഞ്ഞതുപോലെ ഭഗവാന്റെ അംശങ്ങളാണ് നമ്മൾ എല്ലാവരും. പക്ഷേ ഭഗവാന് നമ്മളെപ്പോലെ ഒരു രൂപം ഭഗവാനും ഉണ്ട്. അത് പക്ഷേ എങ്ങനെയുള്ള രൂപമാണ്? സച്ചിദാനന്ദ സ്വരൂപമാണ്. ആ സച്ചിദാനന്ദ സ്വരൂപത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അങ്ങനെ നിർവ്യക്തികവാദിയായിരുന്നു ആരൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വലിയ ഭക്തനായ ഈ ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുന്നത് ആരാണ്? ആദ്യമായിട്ട് ഉപദേശിച്ചു കൊടുത്തത് പരീക്ഷത്തിന് ആരാണ് ഉപദേശിച്ചു കൊടുത്തത്? സുഖദേവ്. ആ സുഖദേവ ഗോസ്വാമിയും നിർവ്യക്തികവാദി തന്നെയായിരുന്നു. എന്നുവെച്ചാൽ തന്റെ ആത്മാവിൽ തന്നെ സർവ്വതിനെ ഉറപ്പിച്ചുകൊണ്ട്, സാഹചര്യങ്ങൾ ഒന്നും മാറുകയില്ല, ഭഗവാനുണ്ട്, ഭഗവാൻ തന്നെയാണ് എന്നുള്ള ആ ഒരു ചിന്തയിൽ. പക്ഷെ രൂപത്തിന് പ്രാധാന്യമേ കൊടുത്തിരുന്നില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഭഗവാന് എന്താണ്? സുഖദേവ് ഗോസ്വാമി ആദ്യമേ നിർവ്യക്തികവാദിയായിരുന്നു. പിന്നീടാണ് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഏത് ശ്ലോകങ്ങളൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏത് ശ്ലോകങ്ങളൊക്കെയാണ്? 3 ശ്ലോകങ്ങൾ ബുധനിക്ക് മോക്ഷം കൊടുത്തതൊന്ന്. 3 ശ്ലോകങ്ങള് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് സുഖദേവ് ഗോസ്വാമി. പിന്നെ ആരുടെ കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്? ആരൊക്കെയാണ് എന്താണ് ജയവിജയന്മാരുടെ പതനത്തിന് കാരണമായത് ആരാണ്? സനകാദികളും അവിടെ വരുന്ന അവസരത്തില് അവരും നിർവ്യക്തികവാദികളായിരുന്നു. അവർക്ക് വേറെ സാഹചര്യത്തെ കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. അവർ തന്നെ ആത്മാവാണ്, അവർ തന്നെ അതിൽ സന്തുഷ്ടരായിട്ടും കഴിയുകയാണ്. അവർക്ക് ഭഗവാനും ഒന്നും ചിന്തയില്ലാതെ വന്നു. അപ്പൊ എന്തുകൊണ്ട് അതിന്റെ ദോഷം എന്താണെന്ന് ചോദിച്ചാല് അവർക്ക് ഒരിക്കലും ഭഗവാനിൽ എത്തിച്ചേരാൻ കഴിയില്ല. അങ്ങനെ ഒരു ചിന്തയില്ല അവർക്ക്. അപ്പൊ സനകാദികൾ അവിടെ ചെന്നപ്പോഴേ കൃഷ്ണനെ കണ്ടിട്ട് കൃഷ്ണന്റെ പാദപത്മങ്ങളെ തുളസിയുടെ മണം എടുത്ത്, അതുകൊണ്ടാണ് തുളസി ദേവിക്ക് ഇത്രയും പ്രാധാന്യം. തുളസിയുടെ മണം ഏറ്റിട്ടാണ് അവര് ഭഗവാനിലേക്ക് ആകർഷിതരാകുന്നത്. അങ്ങനെ പല ആൾക്കാരും ഉണ്ട്. അപ്പൊ അങ്ങനെ ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് ആ ഒരു രീതിയിലേക്ക് നമ്മൾ മനസ്സിലാക്കണം. ആരൊക്കെയാണ് നിർവ്യക്തികവാദികൾ? ഭഗവാന് രൂപമില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് അവർ കൂടുതലും. ഭഗവാന് വ്യക്തിത്വം ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ. പിന്നെ അതുകൊണ്ട് ഇവിടെ പറയാനുള്ളത്, പരമപുരുഷന്റെ അവ്യക്തവും വ്യക്തിശൂന്യമായ ഭാവത്തിൽ ആസക്ത ചിത്തരായവർക്ക് പുരോഗമനത്തിന് പ്രയാസമേറും. 15-ാം അധ്യായം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? എന്നെ മനസ്സിലാക്കാൻ ഈ വഴിയെ നിങ്ങൾ വാ, മറ്റേ വഴിയെ വാ, ഈ വഴിയെ വന്നു കഴിഞ്ഞാൽ ഇതിന് പ്രയാസം കുറയും. മറ്റേ വഴി അവ്യക്ത രൂപതയിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ പ്രയാസം കൂടും എന്ന് 15-ാം അധ്യായം മുഴുവനും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താഹി ഗതിർദുഃഖം ദേഹോദ്ഭിരവഭ്യതേ ഏത് സർവാണി കർമാണി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇപ്പം ബൈഹാർട്ടായിരിക്കുമല്ലോ അതൊക്കെ. അപ്പൊ അങ്ങനെ അതീന്ദ്രിയ പദവികളിൽ നിർവ്യക്തികമായ രീതിയിൽ ചിന്തിച്ചാൽ അതിന് പ്രയാസം കൂടും എന്നാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. പിന്നീട് പ്രത്യേകം ഇതിനകത്ത് നോക്കേണ്ടത്, സുഖദേവ് ഗോസ്വാമി പകർന്നു നൽകിയ ജ്ഞാനം അദ്ദേഹത്തെ ഭഗവത് സേവനം സ്വായത്തമാക്കാൻ സഹായിച്ചു എന്ന് പറഞ്ഞു. ഈ പരിപൂർണാവസ്ഥയെ അപവർഗം അഥവാ മോക്ഷത്തിന്റെ പരിപൂർണാവസ്ഥ എന്ന് വിശേഷിപ്പിക്കുന്നു. അപവർഗം അഥവാ മോക്ഷത്തിന്റെ പരിപൂർണാവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ് ഈ അപവർഗം എന്ന് പറഞ്ഞാൽ? എന്താണ് അപവർഗം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഉദ്ദേശിക്കുന്നത്? നമ്മള് അപവർഗം നമ്മൾ പറയും ഭ ഭ ബ മ, ഭ ഭ ബ ഭ മ. 4 വാക്കുകൾ നിങ്ങൾക്കറിയാം. പ എന്ന് പറയുമ്പോഴേ
പരിശ്രമം എന്ന് പറയും. പ എന്ന് പറയുമ്പോഴേ പരിശ്രമം. ഭ വരുമ്പോഴേ എന്താണ്, പരിശ്രമം ചെയ്തിട്ട് നമ്മുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഒരുപാട് എന്ന് വെച്ചാൽ കഷ്ടപ്പാടും ഈ ഭൗതിക ലോകത്തിൽ കിടന്ന് എത്ര കഷ്ടപ്പെടാമോ നമ്മൾ കണ്ടിട്ടുണ്ട് ചില ആൾക്കാരെ. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ നിങ്ങളാരും അങ്ങനെയുള്ളവരാണെന്നല്ല. ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട്. അവരുടെ കഷ്ടപ്പാടിൽ നിന്ന് ഫേന ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, നീര് വരുന്നു, തുപ്പൽ വരുന്നു. കാരണം കഷ്ടപ്പെട്ട് വായിൽ നിന്ന് വെള്ളം ഒലിച്ചു വരുന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ അവർ പോകുന്നു. ഇനിയും അവിടെ ഭ എന്ന് പറയുന്നത് ഫേനമാണ്. ഇഭ എന്ന് പറയുന്നത് ഭയം, ഈ ഭൗതിക ഭയമാണ്. മാ എന്ന് പറയുന്നത് എന്താണ്, മരണഭയമാണ്. അപ്പം അപ്പൊ ആ ഒരു ഇതുകൊണ്ട് ആ ബലം ബ എടുക്കുമ്പോൾ നമുക്ക് ബലക്കുറവ് അനുഭവപ്പെടുന്നു എന്നുള്ളത്. അപ്പൊ ഇത് നാലും ഭൗതിക ലോകത്തിലേക്ക് നമ്മളെ നയിക്കുന്നവയാണ്. അവിടെ നിന്ന് ഒരിക്കലും നമുക്ക് തിരിച്ചു കയറാൻ സഹായിക്കത്തില്ല. അപ്പൊ ആ മരണഭയത്തിലേക്ക് കൊണ്ട് എത്തിച്ചുകൊണ്ട് അയ്യോ ഞാൻ അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്തില്ലല്ലോ അങ്ങനെയുള്ള ആ ഭാവത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു. ആ കഷ്ടപ്പാട് ഭൗതിക ലോകത്തിൽ മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. എത്ര സമ്പന്നനായാലും അല്ലെ പണം കൂട്ടിവെച്ചു, അത് ഇന്ന ബാങ്കിലിട്ടു, അത് കിട്ടുമോ, ഇനി അത് വല്ലവരും കൊണ്ടുപോകുമോ എന്നൊക്കെയുള്ള ചിന്താഗതി. അല്ലെങ്കിൽ എൻ്റെ മക്കൾ തമ്മിൽ വഴക്കിടുമോ, ഈ പൈസയെല്ലാം എനിക്ക് നഷ്ടമാകുമോ, അല്ലെങ്കിൽ എൻ്റെ സമ്പത്തെല്ലാം എനിക്ക് നഷ്ടമാകുമോ, എൻ്റെ മക്കളൊക്കെ അത് വെച്ചേക്കുമോ, അതോ ഇനി കളയുമോ, ഇങ്ങനെയുള്ള ചിന്ത രീതിയിൽ നമ്മൾ സാധാരണ മനുഷ്യൻ കഷ്ടപ്പെടുകയാണ്. അപ്പൊ അങ്ങനെയുള്ള പവർഗം, അതിനെ നമ്മൾ എന്തു പറയും, പവർഗം എന്ന് പറയും. ഈ രീതിയിലാണ് മനുഷ്യന്റെ കഷ്ടപ്പാട് ഭൗതിക ജീവിതത്തിൽ. ഇനി അതുപോലെ അപവർഗം എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. എന്ത് തന്നാലും നമുക്കൊന്നുമില്ല, ഇതെല്ലാം ഭഗവാന്റേതാണ്. അപ്പൊ ഭഗവാന്റേത് എങ്ങനെ നഷ്ടപ്പെട്ടാലും നമുക്കൊന്നുമില്ല. ഭഗവാൻ എന്തിച്ഛിക്കുന്നോ അതിനനുസരിച്ച് മനസ്സോ വൃത്തയോ നസ്യോ കൃഷ്ണപാദാംബുജാശ്രയ വാജോഭിധായി നീർനാംനാം കായസ്തത് പ്രഹുണാദിഷു. എന്ത് വന്നാലും ഒന്നുമില്ല, എല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്ക് ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു എന്നുള്ള ആ രീതിയിലേക്ക് പോകുമ്പോൾ അത് അപവർഗം. അപ്പൊ ഇതിനകത്ത് അത് ഈ ശ്ലോകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് എടുത്തത്. പരിപൂർണാവസ്ഥ അപവർഗം എന്ന് വെച്ചാൽ പരീക്ഷിത് മഹാരാജാവിന് ശുകദേവ് ഗോസ്വാമി പകർന്നു നൽകിയ ജ്ഞാനം അദ്ദേഹത്തെ ഭഗവത് സേവനം സ്വായത്തമാക്കാൻ സഹായിച്ചു. ഈ പരിപൂർണാവസ്ഥയെ അപവർഗം അഥവാ മോക്ഷത്തിന്റെ പരിപൂർണാവസ്ഥ എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പം ശുകദേവ് ഗോസ്വാമിക്ക് ആ അപവർഗാവസ്ഥയിൽ എത്താൻ കഴിഞ്ഞു. കാരണം ആരാണ്? ശുകദേവ് ഗോസ്വാമി പകർന്നു കൊടുത്ത വിജ്ഞാനം. നമുക്കറിയാം 10ാം സ്കന്ധത്തോടുകൂടി ഭാഗവതം തീരേണ്ടതാണ്. വെള്ളം പോലും കുടിക്കാതിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവ് 7 ദിവസമായിട്ട് അദ്ദേഹം വേഗം പറഞ്ഞു അങ്ങ് തീർക്കുകയാണ്. ആരെ? ശുകദേവ് ഗോസ്വാമി മഹാരാജന്റെ ആ ഇരിപ്പ് കണ്ടിട്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴേ 10ാം സ്കന്ധം കഴിഞ്ഞ് നിർത്തുമെന്ന് മനസ്സിലാക്കിയപ്പോഴേ ശുകദേവ് ഗോസ്വാമിയോട് പറയുകയാണ് പരീക്ഷിത്, ഇവിടെ നിർത്തണ്ട, എനിക്ക് പിന്നെയും കൂടുതൽ കാര്യങ്ങൾ അറിയണം, പറഞ്ഞോളൂ, എനിക്ക് ഒരു വേദനയുമില്ല, എനിക്കൊരു മാനസിക അസ്വസ്ഥതയുമില്ല, പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് 11ാം സ്കന്ധത്തിൽ നമ്മളെ നിമി മഹാരാജാവിന്റെ ചോദ്യങ്ങളും വസുദേവരുടെ ചോദ്യങ്ങളും വളരെ ഇതായിട്ടുള്ള ഉദ്ധവഗീതയും എല്ലാം നമുക്ക് പിന്നീട് കിട്ടുന്നുണ്ട് അല്ലെ. നമ്മുടെ ഭഗവത്ഗീത പോലെ തന്നെ പ്രധാനമാണ് ഉദ്ധവഗീതയും. അപ്പൊ നമുക്ക് 11ാം സ്കന്ധത്തിൽ നിന്ന് അതെല്ലാം കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട്? വീണ്ടും അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പം മരിക്കുമല്ലോ എന്നുള്ള ഭയത്തിൽ അദ്ദേഹം പെട്ടില്ല. ഞാൻ മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ, എനിക്ക് എന്താണ്, ഞാൻ അതിനെല്ലാം ഒരിക്കലും ഞാൻ പോകുന്നത് എനിക്ക് കൃഷ്ണന്റെ പാദാരവിന്ദങ്ങളായിരിക്കണം ശരണം, അത് മാത്രമേ അദ്ദേഹം കണ്ടുള്ളൂ. അപ്പൊ മോക്ഷം നേടുക എന്ന് പറഞ്ഞാൽ, മോക്ഷം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മുടെ സ്വരൂപ സിദ്ധിയിലേക്ക് നമ്മൾ പോവുക എന്ന് വെച്ചാൽ ഭൗതിക ബന്ധനത്തിൽ നിന്നുള്ള ശരിയായ മോചനത്തെയാണ് മോക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹരേ കൃഷ്ണ. നമുക്കിനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ഇതും പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ലല്ലോ. ഓക്കെ, കൃഷ്ണ. ശ്ലോകം 17. ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്. തന്നപ്പരം പുണ്യമസംവൃതാർത്ഥം ആഖ്യാനമത്യത്ഭുതയോഗനിഷ്ഠം ആഖ്യാഹ്യനന്ദാചരിതോപപന്നം പരീക്ഷിതം ഭാഗവതാഭിരാമം. തന്നപ്പരം പുണ്യമസംവൃതാർത്ഥം ആഖ്യാനമത്യത്ഭുതയോഗനിഷ്ഠം ആഖ്യാഹ്യനന്ദാചരിതോപപന്നം പരീക്ഷിതം ഭാഗവതാഭിരാമം. തന്നപ്പരം, തന്ന എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വാക്കില്ല. തത്തെ പ്ലസ് നഹ,
അതാണ് തന്ന. അപ്പൊ തന്നെ എന്ന് പറഞ്ഞാൽ, തത എന്ന് പറഞ്ഞാൽ ആകയാൽ, നഹ എന്ന് വെച്ചാൽ നമുക്ക്. നഹ ഒരുപാട് പ്രാവശ്യം നമ്മൾ പഠിച്ചു അല്ലെ. നഹ നമുക്ക്. പരം ഏറ്റവും പരമമായിട്ടുള്ളത്. പുണ്യം, പുണ്യം എന്ന് വെച്ചാൽ പുണ്യം തന്നെ. അസംവൃതാർത്ഥം യഥാരൂപത്തിലുള്ളത്, തതേ രൂപത്തിലുള്ളത് അസംവൃതാർത്ഥം. ആഖ്യാനം, അത് നിങ്ങൾക്കറിയാം, ആഖ്യാനം തന്നെ. പിന്നെ അത്യത്ഭുത യോഗനിഷ്ഠം, അതീ അത്ഭുതം എന്ന് വെച്ചാൽ അത്യന്തം അത്ഭുതമായിട്ടുള്ളത്. യോഗനിഷ്ഠം, ഭക്തിയോഗത്തിൽ സാന്ദ്രമായിട്ടുള്ളത്. അത്യത്ഭുത യോഗനിഷ്ഠം. ആഖ്യാഹി അനന്താചരിതോപപന്നം, ആഖ്യാഹി വിവരിക്കുക, അനന്തമായ ആചരിത കർമ്മങ്ങൾ, ഉപപന്നം പൂർണ്ണമായും. ആഖ്യാഹി എന്ന് വെച്ചാൽ വിവരിച്ച് പറഞ്ഞു കൊടുക്കുക. അനന്തം എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അനന്തനായ ഭഗവാൻ, അനന്തൻ. പിന്നെ അദ്ദേഹം ആചരിച്ച കർമ്മങ്ങൾ, അദ്ദേഹത്തിന്റെ ആചരിതമായിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ കർമ്മങ്ങള്. പിന്നെ ഉപപന്നം പൂർണ്ണമായും. പാരീക്ഷിതം, മഹാരാജാവ് പരീക്ഷത്തിനോട് അരുളി ചെയ്തു. ഇനിയോ ഭാഗവതാഭിരാമം, ഭാഗവതം എന്ന് വെച്ചാൽ ഭാഗവതന്മാരെന്ന് പറഞ്ഞാൽ ശുദ്ധഭക്തന്മാരെ, അഭിരാമം വിശേഷിച്ചും വളരെ പ്രിയപ്പെട്ടത്. ഇത്രയുമാണ് അവിടെ വേർഡ്സ് ഉള്ളത്. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തന്നെ പരം പുണ്യമസംഹൃതാർത്ഥ, ആഖ്യാനമത്യം അത്ഭുതയോഗനിഷ്ഠം, ആഖ്യാഹ്യനന്ത ചരിതോപപന്നം, പാരിഷിതം ഭാഗവത അഭിരാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. തന്നെ പരം പുണ്യം അസംവൃതാർത്ഥം എന്നെടുക്കണം ഒന്നുകില്, അല്ലെങ്കിൽ അസംവൃതാർത്ഥമാഖ്യാനമത്യത്ഭുത യോഗനിഷ്ഠം ചേർത്ത് പറയണം. ഇത് രണ്ടിലേതെങ്കിലും, അസംവൃതാർത്ഥം പ്ലസ് ആഖ്യാനം, അല്ലെങ്കിൽ അസംവൃതാർത്ഥമാഖ്യാനമത്യത്ഭുത യോഗനിഷ്ഠം, അതങ്ങനെ വിളിക്കണം. ഓക്കെ, ഒരാളുടെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. തന്നെ പരം പുണ്യമസംഖ്യവൃതാർത്ഥമാഖ്യാനമത്യത്ഭുതയോഗനിഷ്ഠം, ആഖ്യാഹ്യനന്ദാചരിതോപപന്നം, പാരീഷിതം ഭാഗവതാഭിരാമം. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇതിനകത്ത് കാണുന്ന പ്രത്യേകിച്ച് കാര്യങ്ങളെ പരീക്ഷിത് മഹാരാജാവിനെ സുഖദേവ് ഗോസ്വാമി വർണ്ണിപ്പിച്ച് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഭഗവത് ഭക്തന്മാർക്ക് അത്യന്തം പ്രിയപ്പെട്ടതായത് എന്തോ അതെ ശ്രീമദ് ഭാഗവതമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ശ്രീമദ് ഭാഗവതം മുഖ്യമായിട്ടും അനന്തനും അമേനുമായ ഭഗവാന്റെ ലീലകളെ കുറിച്ച് ഉള്ള സമ്പൂർണ്ണ വ്യാഖ്യാനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭക്തിയോഗ ശാസ്ത്രമാണത്, ഭഗവത് ഭക്തിയുത സേവന ശാസ്ത്രം കൂടിയാണത്. അത് പ്രത്യേകിച്ച് സർവ്വവിധ ജ്ഞാനത്താലും ധർമ്മത്താലും സമൃദ്ധമാണ്. വിശേഷിച്ചും ഭഗവത് ഭക്തിയുത സേവന ശാസ്ത്രത്താൽ സമ്പന്നമാകിയാൽ ഇത് പരം അഥവാ പരമമാകുന്നു. നമ്മളെ ജന്മാദ്യസ്യേതോന്യയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദായ അധികവേ മുഹ്യന്തി യത്സൂരയഃ. അപ്പൊ അത് നമ്മളവിടെ പഠിച്ചതുകൊണ്ട് നമുക്കത് മനസ്സിലാകും ഭാഗവതത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഭാഗവതം എന്ന് പറയുന്നത് എന്താണ്, ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഭക്തിയോഗ ശാസ്ത്രം എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭാഗവതം എന്താണ്? ധർമ്മപ്രോചിത കൈതവോത്ര പരമോ നിർമ്മത്സരാണം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. അപ്പം താപത്രയോന്മൂലനത്തെ നമ്മൾ അങ്ങ് ഖണ്ഡിച്ച് കളയുകയാണ് ഭാഗവതത്തിൽ കൂടി ചെയ്യുന്നത്. എന്തുവാ ഈ താപത്രയോന്മൂലനം? ആർക്ക് പറയാം? ഇതൊക്കെ ഞാൻ അന്ന് ആദിഭൗതിക, ആധ്യാത്മിക, അതിദൈവികം അല്ലെ? അതിദൈവിക, ആധ്യാത്മികം, അതിഭൗതികം, അതിദൈവികം എന്തൊക്കെയാണെന്ന് ആർക്കെങ്കിലും പറയാമോ? ആദിദൈവികം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങൾ. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം നമ്മളിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ, നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ ബുദ്ധിയിൽ നിന്നും നമ്മളിൽ നിന്നും ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെന്താണുള്ളത്? നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്തത് അല്ലെ? ഭൗതിക ശക്തികളിൽ നിന്ന് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇപ്പൊ നമുക്ക് കൊടുങ്കാറ്റ് വരുന്നു,
അല്ലെങ്കിൽ എർത്ത്ക്വേക്ക് വരുന്നു, അല്ലെ? അപ്പൊ ഇതൊക്കെ നമുക്ക് പിടിച്ചു നിർത്താനാകുന്നതല്ല, അതിനപ്പുറത്തുള്ളതാണ്. ഇങ്ങനെയുള്ള ആ ഒരു ഇതിനെ ഒന്നും നമ്മൾ കണക്കാക്കാതെ കർമ്മപ്രോചിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാ. അപ്പം നിർമ്മത്സരാണാം സദാ എന്ന് പറയുന്നത് ആരാണ്? 100% പരിശുദ്ധമായ ഹൃദയത്തോടു കൂടിയവർക്ക്. അവരുടെ മനസ്സിൽ എന്താണ്? കർമ്മങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളതാണ്. അതാണ് അവർ നമുക്കും പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മള് അതെന്ത് ചെയ്യണം? ഈ 3 കാര്യങ്ങളെയും മാറ്റാൻ കഴിയും ഭാഗവതം പഠിച്ചാലെന്നാണ്. വേണ്ട രീതിയിൽ ഭാഗവതം പഠിച്ചെടുത്താല് ജനന മരണ വ്യാധി ജര, ഇല്ലേ? 4 ദുഃഖങ്ങൾ നമുക്കുണ്ട്. സാധാരണ ദുഃഖങ്ങൾ എന്തൊക്കെയാ? ജനനത്തിനും നമുക്കൊരു ദുഃഖം, ജനനം ഒരു ദുഃഖമാണ് യഥാർത്ഥത്തില്. പിന്നെ മരണം, പക്ഷെ ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്ക് സന്തോഷമായിരിക്കാം, പക്ഷെ അവൻ ജനിക്കുന്നത് എന്താണ്? ഒരുപാട് പാപങ്ങളും ഒരുപാട് നല്ലതും ഒക്കെ അനുഭവിക്കാനായിരിക്കും. ജനനം, മരണം, പിന്നെ ജര, വ്യാധി, ഈ 4 നമ്മുടെ ദുഃഖമാണ്. പിന്നെ അതിന്റെ കൂടെ ഈ 3 ആത്മീകം, ആധിഭൗതികം, ആധിദൈവികം, ആ ദുഃഖങ്ങളെ കൂടി നമ്മളെ അങ്ങ് അനുഭവിച്ച് തീർക്കേണ്ടതായിട്ട് വരുന്നു. അപ്പൊ അങ്ങനെ അനുഭവിച്ച് തീർക്കുമ്പോഴേ, അങ്ങനെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമ്മൾക്ക് എന്താണ് അവിടെ നല്ലത് വരുമ്പോൾ നമുക്കറിയാം. കർമ്മത്തിന്റെ കളിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കർമ്മ, അകർമ്മം, വികർമ്മം, ഇതൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പൊ അതിലെ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാനായിട്ട് ചിലപ്പോൾ നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ പറഞ്ഞു വിടുമ്പോഴേ നമുക്കവിടെ എന്താണ് ഉണ്ടാകുക? ചിലപ്പം നല്ല കർമ്മങ്ങൾ നമുക്ക് നല്ലതായിട്ട് കിട്ടും. നമുക്ക് ഇഷ്ടം പോലെ സമ്പത്തും ഭയങ്കര വീടുകളും കോടി കോടി സുഹൃതങ്ങൾ, ലൗല്യം കൊണ്ട് ഒരുപാട് ഇത് കിട്ടും. അപ്പൊ അങ്ങനെ സമ്പന്നരായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ ഒട്ടും തന്നെ ഇഷ്ടമായില്ല. അപ്പൊ നമ്മൾ പണ്ട് ചെയ്തതിന്റെ ഫലമാണ് അവിടെ അനുഭവിച്ചുകൊണ്ട് ആദ്യം നമുക്ക് നല്ലത് ഇങ്ങ് തരും. അത് കഴിഞ്ഞ് നമ്മളെ കുഴിയിലോട്ട് ഇടുമ്പോഴാണ് അയ്യോ ഇങ്ങനെ വേണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ വരണ്ടായിരുന്നു, അയ്യോ ഞാൻ ഇങ്ങനെ വന്നു പോയല്ലോ, ഇത് ദൈവം തന്നതല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. ദൈവം ഇല്ല എന്നൊക്കെ നമ്മൾ അവിടെ വെച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ അവിടെ കർമ്മത്തിന്റെ ഫലം മോശമായിട്ടും വരും, കർമ്മത്തിന്റെ ഫലം നല്ലതായിട്ടും വരും. അപ്പൊ നല്ലത് വന്നുകൊണ്ട് ഇനി മോശം വരില്ല എന്ന് നമ്മൾ വിചാരിക്കാനും പാടില്ല. അപ്പം രണ്ടും നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ടതായിട്ട് വരും ഭാഗവതം. അതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത് 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ കുടുംബത്തോടുള്ള ആസക്തി കുറയ്ക്കണം. കാരണം കുടുംബത്തിൽ സംഭവിക്കുന്ന ഓരോന്നും നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കും, അല്ലേ? ആ ആസക്തി കുറച്ചേ പറ്റിയുള്ളൂ എന്ന് പറയുന്നത്. നമ്മൾ ആസക്തരാണ്, അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അങ്ങ് മാനസികമായിട്ട് തകർന്നു പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടായി പണ്ട് കാലത്തെ ആൾക്കാരെ വാനപ്രസ്ഥത്തിനായി കാട്ടിലേക്ക് പോയിരുന്നത്. ഇന്ന് കാടുമില്ല, ഒന്നുമില്ല. അപ്പൊ കാട്ടിൽ പോകാനുള്ള സൗകര്യവും ഇല്ല, അല്ലെ നമുക്ക് പോകാനുള്ള ധൈര്യവും ഇല്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ കൃഷ്ണന് വേണ്ടി അങ്ങ് സമർപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. കുടുംബത്തോടുള്ള ആശ്രയം കുറയ്ക്കുക. അതുപോലെ വീട്ടിലിരുന്നു കൊണ്ട് ഫുള്ളി കൃഷ്ണ കോൺഷ്യസ് ആകാൻ നമ്മൾ ശ്രമിക്കുക. കാരണം എന്താ? നമുക്ക് ഇന്ന് വേറെ എന്തിനും നമുക്ക് കഴിവില്ല. അയ്യോ നമുക്ക് അവിടെ പോകാനും ആരോഗ്യ കാട്ടിൽ പോയി ജീവിക്കാനൊന്നും നമുക്ക് കഴിയാത്തത് കൊണ്ട്. നമ്മൾ ധൃതരാഷ്ട്രയുടെ എക്സാമ്പിൾ എടുത്ത് നോക്കിയാല് അദ്ദേഹത്തെ രാഷ്ട്രത്തെ പിടിച്ചു കെട്ടി വെക്കാൻ ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു, ഇല്ലേ? അപ്പൊ അന്നനായിരുന്നു പ്രീവിയസ് കർമ്മഫലമായിട്ട് അതൊക്കെ വന്നു. അപ്പൊ അവിടെ ഏതെല്ലാം രീതിയിൽ ഗാന്ധാരി ഉപദേശിച്ചു, കൃഷ്ണൻ ഉപദേശിച്ചു, വ്യാസദേവൻ ഉപദേശിച്ചു, ആരെല്ലാം ഉപദേശിച്ചിട്ടും അദ്ദേഹത്തിന്റെ മനസ്സ് മാറിയോ? ഇല്ല. ചില മനുഷ്യരുടെ മനസ്സ് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നേരത്തെയൊക്കെ ഉള്ളവർക്ക് 2-3 മക്കളുണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പൊ നമ്മൾ ഈ 2 പേരും ഒരുപോലെയാണോ ജീവിക്കുന്നത്? ചേട്ടനും അനിയനും ആണെങ്കിൽ അവർ ഒരുപോലെയാണോ ജീവിക്കുന്നത്? അപ്പൊ അവര് പലതരം കർമ്മങ്ങൾ ചെയ്തിട്ടാണ് അവർക്ക് അങ്ങനെ വരുന്നത്. ചിലപ്പോൾ ചേട്ടൻ നല്ല സുഖമായിട്ട് ജീവിക്കുന്നു, അനിയൻ അത്രയും കണ്ടെന്നിരിക്കത്തില്ല. അപ്പൊ അവിടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിച്ചിരിക്കുന്നത്. ധൃതരാഷ്ട്രം ഇങ്ങനെ കഴിഞ്ഞു. അവിടെ പാണ്ഡുവിന് രാജ്യം കിട്ടി. എന്നിട്ടും പാണ്ഡു എന്ത് ചെയ്തു? പാണ്ഡുവിന് ഒരു ശാപം കിട്ടിയത് കൊണ്ട് അത് തീർക്കാനായിട്ട് കാട്ടിലേക്ക് പോകുക, അവിടെ വെച്ച് മരണം നടക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ വന്നു. അതിന്റെ ഫലം അവിടെ അനുഭവിച്ചു. എന്നിട്ടും ഈ ഇദ്ദേഹത്തിന് വെറും ഒരു രാജ്യാഭിഷേകം പോലും കൊടുക്കാതാണ് രാജ്യം അങ്ങോട്ട് കൊടുത്തത് ധൃതരാഷ്ട്രക്ക്. എന്നിട്ടും ധൃതരാഷ്ട്ര വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അപ്പൊ മനുഷ്യന്റെ ഗ്രീഡ്, അർത്യാർത്ഥി നമ്മളെ അവിടെ കാണുകയാണ് ചെയ്യുന്നത്. അപ്പം അതുപോലെ നമ്മുടെ മനസ്സിനെ ആക്കി തീർക്കാതിരിക്കുക. അതിനാണ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ മനസ്സെപ്പോഴും അങ്ങനെയുള്ള ആർത്തിയിൽ നിന്ന് നമ്മളെ മാറി നിൽക്കാൻ
നമ്മൾ ശ്രമിക്കണം. അതിൽ നിന്ന് വരുന്ന ദോഷങ്ങൾ ഇന്നതൊക്കെയാണ് എന്നെങ്കിലും മനസ്സിലാക്കി ഇത് നടന്നതാണോ, ഈ കുരുക്ഷേത്ര യുദ്ധം ഉണ്ടായോ, നടന്നതാണോ, ഇല്ലാത്തതാണോ. ഈയിടെ ഞാൻ ഒരാൾ പറയുന്നത് കേട്ടു, പഠിപ്പിച്ചു കൊടുക്കുന്നത് കേട്ടു. എന്താണ്, ഭഗവത്ഗീത എന്ന് പറയുന്നത് 2 ശ്ലോകമേ ഭഗവാൻ പറഞ്ഞു കൊടുത്തുള്ളൂ, ബാക്കിയൊന്നും ഭഗവാൻ പറഞ്ഞതല്ല. വളരെ മനോഹരമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ക്ലാസ്. അപ്പോഴാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അവരുടെ വിശ്വാസം ഇത്രയേ ഉള്ളൂ, ഭഗവാനിലുള്ള വിശ്വാസം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ നമ്മള് ഭഗവാനെ മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികളാണോ നമ്മൾ ചെയ്യുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിനെ റീവൈൻഡ് ചെയ്ത് നോക്കുക. നമ്മളെ ആ ഒരു റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും, ഇനി അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പൊ തെറ്റ് ചെയ്താൽ ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കും. അപ്പൊ നമ്മള് ശ്ലോകം പഠിച്ചു. എന്താണ്, 1:11:7 ദ്വാരകയിലെ സ്ത്രീകള് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അവർക്കെല്ലാം ഉണ്ട്, സർവവും ഉണ്ട്, ഭഗവാൻ കനിഞ്ഞെല്ലാം നൽകിയിട്ടുണ്ട്. എന്നിട്ടും അവർ ഈശ്വരനെ പ്രാർത്ഥിച്ചത് ഭവായനസ്ത്വം ഭവവിശ്വഭാവന ത്വമേവ മാതാജ എന്താണ് സുഹൃത് പതിപ്പിത. ആ ഒരു രീതിയിൽ ത്വം സദ്ഗുരു പരമം ന ദൈവതം യസ്യാനി വൃത്യാ കൃതിനോ ബഭൂമ നമ്മൾ പഠിച്ച ശ്ലോകം. അപ്പൊ ആ ഒരു ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മള് ഏത് സമയത്തും നമ്മൾ ഒരുപാട് ശ്ലോകം പഠിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങൾ ചോദിക്കും ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. പക്ഷെ ഇത് പഠിച്ച് വരുമ്പോൾ നിങ്ങൾ ഇതങ്ങ് മനസ്സിലാക്കും. കാരണം നമ്മൾ അങ്ങ് ഭഗവാന്റെ പാദങ്ങളിലേക്ക് താഴുകയാണ് അവിടെ ചെയ്യുന്നത്. എന്തേ, ഭവായനസ്ത്വം ഭവ വിശ്വഭാവന ത്വമേവ മാതാജ സുഹൃത് പതിപ്പിത. ഇത്രയും പേര് പറഞ്ഞിട്ട് വേറെ ആരാണ് എനിക്കുള്ളത്? ഇത് ഭഗവാൻ മാത്രമേ എനിക്കുള്ളൂ. ത്വം സദ്ഗുരുർ ന പരമംസ ദൈവതം. ഇനി അതിനപ്പുറത്ത് എനിക്ക് ആരുമില്ല. അപ്പം നമ്മൾ ഓടുന്നു, നമ്മൾ അവിടെ ഇവിടെയും ചെന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ കാണാൻ വേണ്ടി ഗണപതിക്ക് കരിക്കടിക്കാൻ ഓടുന്നു, അല്ലേ? നമ്മൾ വേണ്ടെന്നല്ല, കാര്യം കാണാൻ നമ്മൾ അതൊക്കെ ചെയ്യാം. എന്തുകൊണ്ട് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടതേ, നമ്മുടെ വേദത്തിൽ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ മനുഷ്യര് പല രീതിയിലുള്ളവരാണ്, അവരുടെ സ്റ്റേജ് അനുസരിച്ചാണ് ഓരോന്നും അവർ ചെയ്യുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? കർമ്മങ്ങൾ ചെയ്യുന്നു. അവിടെ ആയിട്ടുള്ളെങ്കിൽ അവരവിടെ നിൽക്കും. അല്ല, അതിനപ്പുറത്തേക്ക് പോണമെന്നുണ്ടെങ്കിൽ അവര് ഭഗവാനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാനെ വിളിച്ചുകൊണ്ട് കഴിയാൻ ശ്രമിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അങ്ങയുടെ കാലടികളെ പിന്തുടരുകയാൽ ഞങ്ങൾ എല്ലാവിധത്തിലും വിജയികളാകണേ. അങ്ങ് സദാ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ. അങ്ങ് സദാ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഈ രീതിയിൽ ഭഗവാനോട് പ്രാർത്ഥിക്കാം. എങ്ങനെയുള്ള ആൾക്കാർ പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ പറയുന്നത്? എല്ലാവരെയും അല്ല. കാരണം എല്ലാവരും ഇത് പ്രാർത്ഥിച്ചാലെങ്കിലും കുറച്ച് മാറ്റം അതിൽ നിന്ന് വരും. കാരണം നമ്മൾ ഏത് ലെവലിൽ നിൽക്കുന്നോ ആ ലെവലിൽ നിന്നുകൊണ്ടേ നമുക്ക് ഭഗവാനെ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരുപാട് ആവശ്യം മനസ്സിലങ്ങ് തോന്നുക, അത് വേണം ഇത് വേണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നവര്. പക്ഷെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഭഗവത്ഗീതയിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? എന്ത് പ്രാർത്ഥിച്ചാലും അതിന്റെ ഫലം നൽകുന്നത് ഞാൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഫലം കിട്ടാൻ ഭഗവാനാണ് കാരണമായി നിൽക്കുന്നത്. ഭഗവാനെ ഫലം തരാൻ പറ്റുള്ളൂ എന്ന ഉറപ്പ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. അപ്പം ഒരു യസ്യാസ്തി ഭക്തിർ ഭഗവത്യകിഞ്ചന സർവൈർ ഗുണൈസ്തത്ര സമാസതേ സുരാഹ എന്നാണ് പറയുക. എന്ന് വെച്ചാൽ എന്താണ്? അപ്പം ഒരുവൻ ഭഗവാന്റെ കലർപ്പറ്റ ഭക്തനാകുന്ന പക്ഷം, കലർപ്പറ്റ ഭക്തൻ ആ വാക്കാണ് അവിടെ, അങ്ങനെ ആകുന്ന പക്ഷം എല്ലാ സദ്ഗുണങ്ങളും പ്രകടമാണ്. അങ്ങനെയുള്ള ഭക്തനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അപ്പം അവൻ പരമഹംസനാണ്, വേദോപദേശങ്ങൾക്ക് അതീതനും. അപ്പൊ അദ്ദേഹത്തെ, അങ്ങനെയുള്ള ഒരു ഭക്തനെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ മനസ്സിൽ കാണണം. നമുക്ക് എപ്പോഴും അങ്ങനെയുള്ള ഭക്തന്മാരെ ഒന്നും കിട്ടത്തില്ല. ഇപ്പൊ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ മുന്നിൽ അങ്ങനെയുള്ള ഒരു അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഭക്തനെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഭക്തി ഫോളോ ചെയ്യുന്നവരെ നമ്മൾ അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കണം. ഇപ്പൊ നമുക്ക് ആർക്കും ഒന്നും അറിഞ്ഞൂടാ. യഥാർത്ഥത്തിൽ നമ്മൾ കുറച്ച് ശ്ലോകങ്ങൾ ഭാഗവതത്തിൽ നിന്ന് കാണാതെ പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ആ ഒരു ഭൗതികാസ്തിത്വമാകുന്ന ആഴക്കിണറ്റിൽ കിടക്കുന്ന നമ്മൾക്ക്, വീണ് കിടക്കുന്നവർക്ക് ഏകാശ്രയം ഭഗവാന്റെ പാദാരവിന്ദങ്ങളാണ്. മഹായോഗികളും തത്വചിന്തകരും അങ്ങയുടെ പാദങ്ങളെ പൂർണ്ണമായി എന്ത് ചെയ്യുന്നു? പൂജിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. ആ പാദ ഞങ്ങളുടെ സാധാരണക്കാരായ ഞങ്ങളുടെ ഉള്ളിലും തിളങ്ങണേ, വിളങ്ങണേ
എന്ന് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ആഹുശ്ചതേ നളിനനാഭ പദാരവിന്ദ യോഗേശ്വരൈർഹിതി വിജന്യമഗാധ ബോധൈ സംസാരകൂപപതിതോത്തര, എന്താണ് സംസാരകൂപത്തിൽ വീണം കിടക്കുകയാണ്. ആരണാവലംബം അങ്ങനെയുള്ളവർക്ക് ഏഹം ജുഷാമപി മനസ്സുതിയാ സദാന. അപ്പൊ ഞങ്ങളുടെ മനസ്സിലും ഭഗവാൻ പങ്കജങ്ങൾ വിളങ്ങണേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ആവശ്യപ്പെടുന്നു. നമ്മൾ ഇപ്പം നമ്മള് ഗണപതി അമ്പലത്തിൽ പോയി കരിക്കടിച്ചുകൊണ്ടോ ശിവന് മാല ഇട്ടുകൊണ്ടോ യാതൊരു ദോഷവുമില്ല. കാരണം അത് ചെയ്യാം. കാരണം ആ ലെവലിലേ നമ്മൾ ആയിട്ടുള്ളൂ. അത്രയുമേ നമ്മുടെ മനസ്സ് വളർന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ പോയി അത് ചെയ്യുന്നു. അപ്പോഴും നമ്മൾ എന്ത് പ്രാർത്ഥിച്ചോണം? ആഹുശ്ചതേ നളിനനാഭവതാരവിന്ദം, അതും കൂടി അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകാതെ നമ്മളെ സൃഷ്ടിച്ചോണം. പക്ഷെ എന്തുകൊണ്ട്? പക്ഷെ ഭക്തിയിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്ക് ഭഗവാനെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതിനൊന്നും പോകണ്ട. എന്ത് ചെയ്യാൻ കഴിയും? ഇത് തന്നെ ആശ്രയം. പരിനിഷ്ഠോവി നൈർഗുണ്യ ഉത്തമ ശ്ലോകലീലയാ ഗ്രഹീത ചെയ്ത രാജർഷി ആഖ്യാതമെത്തീതവാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഞാൻ അപ്പം ഇവിടെ ആര് പറഞ്ഞു കൊടുക്കുക? സുഖദേവ് ഗോസ്വാമി പറയുകയാണിത്. ആഖ്യ പരിനിഷ്ഠോവി നൈർഗുണ്യം, ഞാൻ അതീന്ദ്രതയിൽ പൂർണ്ണനായി നിൽക്കുകയാണ്. ഇപ്പോഴെ അതീന്ദ്രതയിൽ ആയിരുന്നെങ്കിലും എനിക്ക് ഭഗവത് ലീലകൾ ഇഷ്ടമായി തീർന്നു. അതീന്ദ്രതയിൽ പൂർണ്ണനായ ഞാനും ഭഗവത് ലീല ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ അത് പ്രകാശമാനമായ വേഴ്സസിലാണ് ഇത് പറഞ്ഞത്. അപ്പൊ ഭഗവാന്റെ പാദപത്മങ്ങളെ, ഭഗവാന്റെ ലീലകളെ ഒക്കെ ഇഷ്ടപ്പെടുന്നവരെ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ. മറ്റവരിഷ്ടപ്പെടണ്ടെന്നല്ല, അങ്ങനെ അല്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രശ്നമുണ്ട്, പ്രശ്നമില്ലാത്തവരാരുമില്ല. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളെ ഭഗവാനിലേക്ക് സമർപ്പിക്കാൻ ശ്രമിക്കാൻ കഴിയാത്തവർക്കാണ് വേദങ്ങളിലെ എന്തൊക്കെയാണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷത്തിലേക്ക് പോകുന്നത്. ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ തന്നെ ധർമാർത്ഥ കാമത്തിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കാതെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ നമ്മള് ശ്രമിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിനു വേണ്ടി ചെയ്യേണ്ടതാണ് ഭഗവത് ഭക്തിയുത സേവനമെന്ന് പറയുന്നത്. ഭഗവത് ഭക്തിയുത സേവനം ചെയ്തുകൊണ്ട് സർവവിധ ജ്ഞാനത്താലും ധർമ്മത്താലും സമൃദ്ധമാണെങ്കിലും ഭഗവത് ഭക്തിയുത സേവന ശാസ്ത്രത്തിൽ സമ്പന്നമാകിയാൽ ഇത് പരമമായി നിൽക്കുന്നു എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പരംപുണ്യം അസംവൃതാർത്ഥം എന്ന് വെച്ചാൽ പവിത്രവും പരമവുമായാൽ അനന്തനും അപരിമേയനുമായ ഭഗവാന്റെ ആഖ്യാനങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് വർണ്ണിച്ചു തന്നാലും. അപ്പം എന്താണ് ഇവിടെ സൂത ഗോസ്വാമിയോടെ പറയുകയാണ്, ശൗനക മഹർഷിയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാര്. അപ്പം ഭഗവാന്റെ ചരിത്രം പരമമാണ്, അതുപോലെ പവിത്രമാണ്. അങ്ങനെയുള്ള ആ ആഖ്യാനങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് വിവരിച്ച് പറഞ്ഞു തരൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം, സമയമുണ്ടല്ലോ. സൂത ഉവാച അഹോ വയം ജന്മ പ്രതോത്യഹാസ്മ വൃദ്ധാനുവൃത്യാപി വിലോമജാത ദൗഷ്കുല്യമാധിം വിധിനോതി ശീഘ്രം മഹത്തമാനാം യോഗ. അഹോ വയം ജന്മ പ്രതോത്യഹാസ്മ വൃദ്ധാനുവൃത്യാ വിലോമജാത ദൗഷ്കുല്യമാധിം വിധിനോതി ശീഘ്രം മഹത്തമാനാം അഭിധാന യോഗ. സൂതഗോസ്വാമി പറയുന്നു, അഹോഭയം, അഹോഭയം എപ്രകാരം നാം ജന്മഭൃതോത്യഹാസ്മ, ജന്മഭൃത നമ്മുടെ ജന്മവും നമ്മുടെ ആരോഹണം മുന്നോട്ടുള്ള പോക്കും ജന്മഭൃത ആദ്യ എന്ന് വെച്ചാൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വ്യക്തമായി ആസ്മ ആയിത്തീരുന്നു. അഹോഭയം ജന്മ ഭൃതോത്യഹാസ്മ വൃദ്ധ്യാപി വിലോമജാത. വൃദ്ധ അനുവൃത്യ എന്ന് പറഞ്ഞാൽ നമ്മളെ വൃദ്ധന്മാരെന്നല്ല ഇവിടെ അർത്ഥം, ജ്ഞാനത്തിൽ മുന്നോട്ട് നയിക്കപ്പെടുന്നവരെ സേവിച്ച് എന്ന് വെച്ചാൽ ജ്ഞാനമുള്ളവരെ സേവിച്ച് അപി എന്ന് പറഞ്ഞാൽ ആയാലും വിലോമജാത, വിലോമവർഗത്തിൽ ജനിച്ചവരെ. ഇപ്പൊ ആൾക്കാരെ കുറിച്ച് പറയുമ്പോഴേ പല രീതിയിൽ നമ്മൾ ആൾക്കാരെ പറയും. എന്ന് വെച്ചാൽ ഉന്നത കുലത്തിൽ ജനിച്ചവർക്ക് താഴ്ന്ന കുലത്തിലുള്ള വധുവിനെ കിട്ടുന്നത്.
അതുപോലെ താഴ്ന്ന കുലത്തിൽ ജനിച്ചവർക്ക് ഉന്നത കുലത്തിലുള്ള വധുവിനെ കിട്ടുന്നവർ. അപ്പൊ അവിടെ ഉണ്ടാകുന്ന മക്കളിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഒരേപോലെയുള്ള വിവാഹമല്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ വിലോമജാത മിശ്രവർണ്ണത്തിൽ ജനിച്ചവരെ ഭഗവാൻ പറയുന്നുണ്ട്. 1-ാമത്തെ അധ്യായത്തിൽ എന്താണ് അർജുനൻ ഭഗവാനോട് പറയുന്നു അല്ലെ, യുദ്ധം ചെയ്തിട്ട് പുരുഷന്മാരെല്ലാം മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മനുഷ്യന്മാർ അപ്പം സ്ത്രീകൾ എന്താണ് പല ദുഷ്പ്രവൃത്തികൾക്കും വശംവദരായിട്ട് അർഹരല്ലാത്ത കുട്ടികൾ ജനിക്കുന്നതിന് കാരണമായി തീരും എന്ന ഇതുപോലെ വിലോമജാതിയിൽപ്പെട്ട ഒക്കെ ഉള്ള കുട്ടികൾ ജനിക്കുന്നതിന് കാരണമായി തീരും. സ്വർണത്തിന് വർണ്ണസങ്കരൻ ഉണ്ടാകും എന്നാണ് അതുകൊണ്ട് അവിടെ അർജുനൻ പറഞ്ഞത്. അത് ഇവിടെ വിലോമജാത മിശ്രവർണ്ണത്തിൽ ജനിച്ച ദൗഷ്കുല്യം എന്ന് വെച്ചാൽ ജന്മത്തിലുള്ള അയോഗ്യത. പിന്നെ ആധി എന്ന് വെച്ചാല് നമുക്കുണ്ടാകുന്ന വിഷമങ്ങള്. വിധുനോതി പവിത്രമാക്കുന്നു, ശീഘ്രം വേഗത്തിൽ, മഹത്തമാനം മഹാന്മാരായവരുടെ അഭിധാന സംഭാഷണം, യോഗ സംസർഗം അല്ലെങ്കിൽ ബന്ധം. അഹോ വയം ജന്മ പൃഥോത്യഹാസ്മ പ്രധാനവൃത്യാഭി വിലോമജാത ദൗഷ്കുല്യമാധിം വിധിനോതി ശീഘ്രം മഹത്തമാനാം അഭിധാന യോഗ. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീ സൂതഗോസ്വാമി പറയുകയാണ്, അല്ലയോ ഈശ്വര, ഞങ്ങൾ മിശ്രജാതരെങ്കിലും വിജ്ഞാനശ്രേഷ്ഠരെ സേവിച്ചും അനുവർത്തിച്ചും ജന്മത്താൽ ഞങ്ങൾക്ക് അനുവദിച്ചു നൽകപ്പെട്ട അവകാശത്തിൽ വീണ്ടും സ്ഥാനക്കയറ്റം ലഭിച്ചു. അത്തരം ശ്രേഷ്ഠാത്മാക്കളുമായി സംഭാഷണത്തിൽ ഏർപ്പെടുത്തുകൊണ്ട് സർവവിധ അധമജന്മപരമായ സർവ്വ അയോഗ്യതകളിൽ നിന്നും ഒരുവൻ താമസം വിനാ സ്വയം പവിത്രനാകുന്നു എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചിട്ട് പറയാം. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സൂത ഉവാച അഹോ വയം ജന്മഭൃതോദ്യഃ സ്മ വൃദ്ധാനുവൃത്യാപി വിലോമജാത ദൗഷ്കുല്യമാധിം വിധിനോതി ശീഘ്രം മഹത്തമാനാമഭിധാനയോഗ. കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. വേറൊരാളുടെ വായിക്കണമെന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. സൂത ഉവാച അഹോ വയം ജന്മഭൃതോ അദ്യ ആസ്മ വൃദ്ധാനുവൃത്യാപി വിലോമജാതഃ ദൗഷ്കുല്യമാധീം വിധുനോതി ശീഘ്രം മഹാത്മാന അഭിധാനയോഗഃ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഒന്ന് ശ്രദ്ധിച്ചോളൂ. അഹോ വയം ജന്മ പൃഥോദ്യഃ സ്മ വൃദ്ധാനുവൃത്യാപി വിലോമജാത ദൗഷ്കുല്യമാധിം വിധിനോതി ശീഘ്രം മഹത്തമാനാ അഭിധാനയോഗ. അത് പല പ്രാവശ്യം വായിക്കുമ്പോൾ കിട്ടും. വൃദ്ധ പല വാക്കുകൾ ചേരുന്നതാണ്. വാക്കുകൾ വേണമെങ്കിൽ ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിച്ചോളൂ. അഹോ വയം ജന്മഭൃത ആദ്യ ആസ്മ. അതാണ് അഹോ വയം ജന്മ പ്രതോദ്യഹാസ്മ. വൃദ്ധാനുവൃത്യ അപി വിലോമജാത ദൗഷ്കുല്യം ആധിം വിധിനോതി ശീഘ്രം മഹത്തമാന അഭിധാന യോഗ. ഹരേ കൃഷ്ണ. സൂതഗോസ്വാമി സ്വയം പറയുകയാണ്. എന്നെ കുറിച്ച് ഞാൻ തന്നെ പറയുന്നത് പോലെ സൂതഗോസ്വാമി പറയുകയാണ്. എന്താണ് സൂതഗോസ്വാമി? ഞാൻ ബ്രാഹ്മണ കുലത്തിലല്ല ജനിച്ചത്, ഒരു മിശ്രകുലത്തിൽ ജനിച്ച ആളാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെ അപരിഷ്കൃതരായ താഴ്ന്ന കുലത്തിൽ ജനിച്ചു. അങ്ങനെ ശുകദേവ ഗോസ്വാമിയുടെയും നൈമിഷിരാണ്യത്തിലെ ശ്രേഷ്ഠ ഋഷിവര്യന്മാരെ പോലെയുള്ളവരുടെയും ഉത്കൃഷ്ടമായ സംസർഗ നിമിത്തം അദ്ദേഹത്തിന് അധമജന്മത്താലുള്ള അയോഗ്യതകൾ തീർച്ചയായും കിട്ടി. സൂതഗോസ്വാമി അവിടെ യഥാർത്ഥത്തിൽ സൂതന്മാരെന്ന് പറയുന്നത് പാട്ടുപാടി എന്നുവെച്ചാൽ പുരാണപരമായ പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് വീടുകൾ തോറും നടന്നിട്ട് വീടുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിഞ്ഞു കൂടുന്നവരായിരുന്നു പണ്ട് കാലത്ത് സൂതന്മാര്. സൂതന്മാര് രണ്ടർത്ഥമുണ്ട്. തേരാളിക്ക് സൂതൻ എന്ന് പറയും, ഇത് സൂതൻ എന്ന് പറയും. നിങ്ങൾക്കും കേട്ടിട്ടുണ്ടാകും പണ്ട് കാലത്തെ മലബാറിലൊക്കെ ആ ഭാഗത്തൊക്കെ ചില ആൾക്കാര് ഇങ്ങനെയുള്ള ആൾക്കാർ അവര് പാട്ടുകളൊക്കെ പാടി വീടുകളിൽ ചെന്നിട്ട് സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, വീട്ടുകാരെ സന്തോഷിപ്പിച്ചിട്ട് അവിടെ നിന്ന് ആവശ്യമായ സമ്പത്തൊക്കെ നേടിയെടുക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ മിശ്രജാതരെന്നും പറയും ചിലര്. പല രീതിയിലുണ്ട്, വിലോമവും അലോമവും ഉണ്ട്. അപ്പൊ അത് നമ്മള്
നേരത്തെ ഞാൻ ഒരു ക്ലാസ്സിൽ അത് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ മിശ്രകുലത്തിലാണ് അവർ ജനിച്ചത്. അവര് താഴ്ന്ന കുലത്തിൽ ജനിച്ചെന്ന് കരുതി ആ കാലഘട്ടത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു തരികയാണ്. അപ്പൊ ഈ ഇവിടെ പറയുന്നത് ശ്രീ ശുകദേവ് ഗോസ്വാമിയുടെയും നൈമിശാരണ്യത്തിലെ ശ്രേഷ്ഠ ഋഷിവര്യന്മാരെ ഉള്ളവരുടെയും ഉത്കൃഷ്ടമായ സംസർഗം കൊണ്ട് അദ്ദേഹത്തിന് നല്ല നോളജ്, അല്ലെങ്കിൽ നമുക്കറിയാം എന്താണ് ആ സൂത ഗോസ്വാമിയുടെ അച്ഛനാരായിരുന്നു? ലോമഹർഷണൻ അല്ലെ? അദ്ദേഹമാണ് ഭാഗവതം പറഞ്ഞു കൊടുക്കാൻ അർഹതപ്പെട്ട് ഭാഗവതം പറഞ്ഞു കൊടുക്കാനായിട്ട് ഇരുന്നതെന്നും ബലരാമൻ വരുന്നതും ബലരാമൻ വന്നിട്ട് അദ്ദേഹത്തെ വധിക്കേണ്ടി വരുന്നതായും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി. അപ്പൊ ഇദ്ദേഹത്തിന്റെ കുലത്തെ കുറിച്ച് പറയുകയാണ്. അപ്പം ബലരാമന് ദേഷ്യമായി. എന്തുകൊണ്ട്? ബലരാമൻ ചാരുവർണ്ണത്തിൽ വിശ്വസിച്ചിരുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഒരു ആളാണ് അവിടെ ഇരുന്നത്. അപ്പൊ ഈ ഒരു സൂതഗോസ്വാമി അവരുടെ അച്ഛനുമൊക്കെ ഉന്നത കുലത്തിൽ ജനിച്ചവരായിരുന്നില്ല. പിന്നെ പ്രത്യേകിച്ചും നമ്മുടെ ഒരു കാര്യത്തിൽ ശ്രദ്ധയോടുകൂടി വേണം എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യാൻ. ആരാണ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ട് വേണം നമ്മൾ പെരുമാറാനായിട്ട്. കാരണം ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി ആര് വന്നാലും അവിടെ നിന്ന് എഴുന്നേക്കണമെന്നില്ല. ഭഗവത് ആസനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എഴുന്നേക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷേ നമ്മൾ വിചാരിക്കണം, നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? പരമദിവ്യോത്തമ പുരുഷനാണ് നമ്മുടെ മുന്നേ വന്നിരുന്നത്. അദ്ദേഹത്തെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഞാനൊന്ന് എഴുന്നേക്കണമല്ലോ എന്ന ചിന്ത അദ്ദേഹത്തിൽ ഉണ്ടായില്ല. പക്ഷെ നിയമം അനുസരിച്ച് വേണ്ട. പക്ഷെ അത് ഉണ്ടാകാത്തത് കൊണ്ടാണ് അദ്ദേഹം അത് മനസ്സിലാക്കിയത്. പിന്നെ അത് തന്നെയല്ല, ഭാഗവതം പറഞ്ഞു കൊടുക്കാൻ ഇദ്ദേഹത്തിനാണ് വിധിക്കപ്പെട്ടത്. ആ വിധി അനുസരിച്ചാണ് ഇദ്ദേഹം. അപ്പൊ അദ്ദേഹം പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വലിയ ഉന്നത കുലജാതരൊന്നും അല്ല. ഞങ്ങൾ വളരെ പാട്ടുപാടി നടക്കുന്ന വംശത്തിൽപ്പെട്ടവരാണ്. ഞങ്ങൾ ജാതിയിൽ കുറഞ്ഞവരാണ്. അപ്പൊ അവിടെ ആധവജന്മത്താലുള്ള അയോഗ്യതയൊന്നും അവിടെ എടുത്തില്ല. വേദവ്യാസനും അത് പറഞ്ഞില്ല, അല്ലെങ്കിൽ ശുകദേവഗോസ്വാമി അത് കണ്ടില്ല. ആരും തന്നെ അതിങ്ങനെ ചിന്തിച്ചേയില്ല. അവരിൽ നിന്ന് കേൾക്കാനാണ് തയ്യാറായില്ല ആയിരക്കണക്കിന് ആൾക്കാർ മുനിമാരവിടെ വന്നിരിക്കുന്നത് നൈമിശാരണ്യത്തിലൊന്ന് ഓർത്തോണം. അപ്പൊ അവിടെ ജാതി വ്യവസ്ഥയൊന്നും നിലനിർത്തിയിരുന്നില്ല എന്നന്ന് കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിന് കാരണക്കാരൻ ചൈതന്യ മഹാപ്രഭു തന്നെയാണ് എന്നുള്ളതാണ്. അദ്ദേഹം എപ്പോഴും ഉന്നത ജാതരെന്നോ മറ്റൊന്നും അദ്ദേഹം കണ്ടില്ല. എക്സാമ്പിൾ പറയാമോ ആർക്കെങ്കിലും? എളുപ്പം പറയാം. സോറി, ബെല്ലടി, സമയം കഴിഞ്ഞു. ബെല്ലടി. നാമാചാര്യന്റെ കഥയല്ലേ? നാമാചാര്യ ഹരിദാസ് താക്കൂറിനെ നമ്മുടെ ആചാര്യനായിട്ട് തിരഞ്ഞെടുത്തു അല്ലേ? അപ്പൊ അതുകൊണ്ട് ജാതി വ്യവസ്ഥയ്ക്കൊന്നും അദ്ദേഹം അറിവിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അന്വത കുലജാതരെന്ന് കാണാതെയാണ്, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെയാണ് ആ കാലഘട്ടത്തിൽ ഇതൊക്കെ കണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇരുന്നു കുറച്ച് വർഷം ശ്രീലപ്രഭാതൻ ഈ പറയുന്നുണ്ട്, കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ ഇത്രയും വലിയ ജാതി വ്യവസ്ഥ നിലവിൽ വന്നത് എന്നുള്ളത്. പക്ഷെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ജാതി വ്യവസ്ഥ അങ്ങനെ ഇല്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഹരേ കൃഷ്ണ, സമയം കഴിഞ്ഞു പോയി. നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. നമുക്ക് സമയം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഭാഗവത പ്രവാഹം ഒഴുകുവാണ്. പുറത്ത് ഇടിയും മഴയൊക്കെ വേറൊരു സൈഡിലുണ്ട്. ഏതായാലും നമ്മുടെ മഴ പെയ്ത് തോർന്നു. വളരെ പെട്ടെന്ന് തന്നെ സമയം പോയത് നമ്മൾ അറിഞ്ഞില്ല. ഇനിയും നമുക്ക് മാതാജിയെ കിട്ടണം. മാതാജിക്കും മാതാജിയുടെ കുടുംബത്തിനും എല്ലാ ഒരു തടസ്സവും കൂടാതെ നമുക്ക് വരുന്നതിലേക്ക് വേണ്ടിയിട്ട് അതിരപൂർവ്വം 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് നമുക്ക് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.